ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസമായല്ലോ ഞാൻ വീഡിയോയും ഷോർട്സൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ കുക്കുംബർ സലാഡ് ഉണ്ടാക്കണ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ള് കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇവിടോട്ട് പോവാം. ഗൈസ് ഇന്ന് സ്കൂളൊക്കെ ഒന്നും ഇല്ലല്ലോ, അപ്പോൾ നമുക്കൊന്ന് എൻജോയ് ചെയ്യണം. പക്ഷേ എക്സാം ആണ്, എന്നാലും കുഴപ്പമില്ല, ഇന്ന് ശനിയല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് എൻജോയ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ ഇവിടോട്ട് പോവാം. ഗൈസ് അപ്പോൾ അതാ ഞാനൊരു ഹാഫ് കുക്കുംബറും സ്പൂണും നെയ്ഫും പിന്നെ നമ്മൾ കട്ടിങ് ബോർഡും പാത്രമൊക്കെ എടുത്തിട്ട് ഇതാ കട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മളിതവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഫുള്ളാക്കാം. ഗൈസ് അപ്പോൾ നമ്മളിത് അങ്ങനത്തെ ഒരു പീസിൽ കട്ട് ചെയ്യണം. അപ്പം അങ്ങനെ കട്ട് ചെയ്തിട്ട് ഉണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്യണം. ഗൈസ് നമ്മൾ അപ്പം തന്നെ നമ്മൾ ഹായ് പോയി എന്നൊക്കെ വിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ കിച്ചൺ നല്ല രസമാണ്, നല്ല അടിപൊളിയായിട്ടൊക്കെ നമുക്ക് കളിക്കാനും മാറി നമ്മളിങ്ങനെ കിച്ചണൊക്കെ ചെയ്യാൻ നല്ല രസമാണ്. അപ്പോൾ ഗൈസ് ഞാൻ ഈ കത്തി നല്ല മൂർച്ചുള്ള കത്തിയൊക്കെ കൊടുത്തിട്ടുള്ളത് കൈ മുറിയണം നോക്കണം, അല്ലെങ്കിൽ ബ്ലഡ് വന്നാൽ നമ്മുടെ കൈൻ്റെ കഥ പോക്കേക്കാരം. അങ്ങനെ ഗൈസ് നമ്മൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്യണം. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്താൽ മതി. മൂർച്ചുള്ള കത്തി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ നല്ല ഡേഞ്ചറാണ്. എന്നാലും ഞാൻ മൂർച്ചുള്ള കത്തീനെ എടുത്തിട്ട് നിങ്ങളെ മുമ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഗൈസ് കട്ട് ചെയ്ത് തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ഫുള്ള് ചെയ്യണം. ഗൈസ് അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് വലിയ പീസിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സാൾട്ടും വിനാഗറും ആഡ് ചെയ്യണം. ഇനി നമുക്കതൊന്ന് കൊടുത്തിട്ട് ആഡ് ചെയ്ത് വെക്കാം. അങ്ങനെ ഗൈസ് സാൾട്ടും വിനാഗർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആഡ് ചെയ്യണം. അങ്ങനെ ഗൈസ് ഇത് ഫസ്റ്റ് തിങ് നമ്മൾ സാൾട്ടാണ് ആഡ് ചെയ്യുന്നത്. ഇതിന് ശേഷം നമ്മൾ വിനാഗർ ആഡ് ചെയ്യണം. വിനാഗർ ഓൺലി വി ക്യാൻ പുട്ട് ഹാഫ്, 2 ടീസ്പൂൺ ഹാഫ് മാത്രമേ പാടുള്ളൂ കേട്ടോ. കൂടിപ്പോയാൽ നമ്മളെ സ്റ്റൊമാക്കിൻ്റെ പ്രശ്നമാണ്. അതും കൂടി ഇനി കുറച്ച് ഒഴിച്ചാൽ മതി. അങ്ങനെ ഗൈസ് അതൊക്കെ ഒഴിച്ച ശേഷം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഗൈസ് വിനാഗറിൻ്റെ സ്മെല്ലൊക്കെ വരുമ്പോൾ അപ്പോൾ വായിലിങ്ങനെ വെള്ളം വീഴാം. ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. എന്താ ടേസ്റ്റ് അറിയോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പോൾ വീഡിയോ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.